സാർ, ഈ സെൻസസ് സെൻസസ് വിപുലീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ സെൻസസ് വിപുലീകരിക്കുന്നതിലൂടെ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലാസ്റ്റ് നടത്തിയ സെൻസസ് 2011 അത് കഴിഞ്ഞ് സെൻസസ് നടന്നിട്ടില്ല. ഇത് 2021 നടക്കണമായിരുന്നു, 2021 നടക്കുന്നതായിരുന്നു. പക്ഷേ അത് പാൻഡമിക് കാരണം, നമ്മുടെ കോവിഡ് പാൻഡമിക് കാരണം മാറ്റിവെച്ചു. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും 180 രാഷ്ട്രങ്ങളും അത് കഴിഞ്ഞിട്ട് അവരവരുടെ സെൻസസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചെറിയ രാജ്യങ്ങളാണ്, അവരുടെ സെൻസസ് നടത്താൻ അത്ര വലിയ ഇഷ്യൂ ഒന്നും. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, നമുക്കൊരു 140 കോടി ജനതയുടെ ഒരു സെൻസസ് നടത്തണം, അത്ര ഈസിയാണ്. അതിനൊരു ടെക്നോളജി അപ്ഗ്രഡേഷൻ ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. പണ്ടത്തെ മാതിരി പേപ്പറും പേനയല്ല. ഇപ്പോൾ എല്ലാവരും കയ്യിൽ പാഡ് കൊടുക്കാൻ പോകുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അത് ചില സ്റ്റേറ്റ്സൊക്കെ അവരവരുടെ ചെറിയ സെൻസസ്, ഇപ്പോൾ ബീഹാറിൽ നടത്തിയ കാസ്റ്റ് സെൻസസിനും ആയാലും, ആന്ധ്രയിൽ പണ്ട് തെലങ്കാനയായിരുന്നു, തെലങ്കാനയിലൊരു സോഷ്യൽ സർവേ നടത്തിയത്. ഇവിടുത്തെ ഏത് ജാതിക്കാരാണ്, ഏത് റീജിയനിലാണ്, അവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ, ടി വി ഉണ്ടോ, ഇതൊക്കെ ചോദിച്ച ഒരു സർവേ ഉണ്ടായിരുന്നു, എക്കണോമിക് ആയിട്ട് അറിയാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന സർവേയിൽ ടേംസ് ഓഫ് റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് എന്താണ് ഈ സെൻസസിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? യൂഷ്വലി നമ്മുടെ സെൻസസ് നടക്കുമ്പോൾ അതിൽ ഒരു കാര്യം ചോദിക്കുന്നു, മെയിൻലി ഓഫ് കോഴ്സ് നിങ്ങൾ പേരെന്താണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു. ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, ഷെഡ്യൂൾ ട്രൈബ് ആണോ എന്ന് ചോദിക്കും. ഇത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് ആക്ച്വലി. ബിക്കോസ് ചോദിച്ചു വരുമ്പോൾ ഇല്ലാത്തവനുണ്ടെന്ന് പറയും, ഉണ്ടോന്നില്ല എന്നും പറയും. നമ്മുടെ അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം അതാ, പ്രൂഫ് ചോദിക്കില്ല. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് നമ്മളോട് ചോദിക്കാനുള്ള അത് കാരണം ഇപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു ഫാക്ടർ വരാൻ പോകുന്നത്, ഈ ബീഹാറിൽ നടത്തിയ കാസ്റ്റ് സെൻസസ് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നത് ഞാൻ നടത്താൻ പോണു സെൻസസ്. പക്ഷെ കർണാടകത്തിൽ നടത്തിയ സെൻസസ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല, പണ്ട് 10 കൊല്ലം നടത്തി. അതും എല്ലാവരും ബാക്കിയുള്ള ഹിമാചൽ പ്രദേശുമായ രാഷ്ട്രത്തിലും നടത്തിയിട്ടില്ല. സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിസൾട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ സൂചന വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അതർ ബാക്ക്വേർഡ് ക്ലാസ്സുകൾ വേറെ ഒന്നും ചോദിക്കില്ല. ബാക്ക്വേർഡ് ക്ലാസ് നിങ്ങൾ ഏത് ബാക്ക്വേർഡ് ക്ലാസ് ആണെന്നുള്ളത് ചോദിക്കില്ല. പക്ഷെ ഒരു 100% ഒരു എടുത്തു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ SCs എത്രയുണ്ട്, STs എത്രയുണ്ട്, OBCs എത്രയുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ്. അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് പറയുന്നത്, പക്ഷെ ബാക്ക്വേർഡ് ക്ലാസ് ആണോ നോക്കേണ്ട വരും നമ്മൾ. ഇനി അതിൽ നിന്നൊരു ഡീപ്പ് ഡൈവ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ദാറ്റ് ഈസ് നമ്മൾ BC പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് BC കമ്പനി, അത് പക്ഷേ ഇപ്പോൾ നടത്തുന്നുണ്ട്, ഈ സെൻസസിൽ ഉണ്ടാവാൻ വഴിയില്ല. യൂഷ്വലി ഒരു സെൻസസ് നടത്തി വന്ന് അതിനെ എൻഡ് ചെയ്യാൻ 18 മാസം എടുക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് സെപ്റ്റംബർ എൻഡിങ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ്ങിനുള്ള മെത്തഡോളജി റെഡിയാക്കും. ബിക്കോസ് ഇതിൽ കുറേ ടീച്ചേഴ്സും ഈ പറഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥരും, ഈ പ്രാവശ്യം ബാങ്കുകാരെ കിട്ടും തോന്നുന്നില്ല, ടീച്ചർമാരായിരിക്കും മെയിനായിട്ടുള്ളത്. അവരെയും ചില ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ആൾക്കാരെയും വിളിച്ചിട്ടാണ് സെൻസസ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഒക്ടോബറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 18 മാസം എന്ന് പറയുമ്പോൾ 2026 ആകുമ്പോഴേക്ക് ഈ സെൻസസിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ പുറത്തേക്ക് വരും. വന്നു കഴിഞ്ഞ് മാക്സിമം 25 എൻഡിങ്ങിൽ വരും. പക്ഷെ 26 ആവുന്നതാണ് എൻ്റെ ഒരു തിങ്കിങ് അതിൽ വരുന്നത്. പക്ഷെ ഇതിനേക്കാട്ടും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഈ സെൻസസ് നടത്താൻ കാരണം എന്താണ്? സെൻസസ് ഇപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ, 2011 നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ്, ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ വേറെ കുറെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. സർ, ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തിരിച്ചടികൾ കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വരും? കാരണം പൊതുവെ എന്തെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ പലപ്പോഴും എതിർപ്പുകളുമായി പ്രതിപക്ഷ രംഗത്ത് വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ എതിർപ്പുകളായിരിക്കും നേരിടേണ്ടി വരിക ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അങ്ങനെ എതിർപ്പൊന്നും വരാൻ വരില്ല. എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവർ പറയാൻ പോകുന്നതിൽ നിങ്ങൾ രാഹുൽ ഗാന്ധി പറയും നിങ്ങൾ കാസ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാസ്റ്റ് സെൻസസ് നടത്തണം എന്ന് പറയും. എന്നാൽ ഇപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സിനുള്ളിൽ തന്നെ നിങ്ങൾ എത്ര ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിരുന്നു ഒരു 2 ആഴ്ച മുമ്പ്. ഈ സബ് ക്ലാസിഫിക്കേഷൻ SCസിൽ, ഷെഡ്യൂൾ കാസ്റ്റിൽ സബ് ക്ലാസിഫിക്കേഷൻ നടത്താമെന്ന് പറഞ്ഞത്. എന്നാൽ അവരുടെ ഇതിൽ തന്നെ കുറേ കാസ്റ്റ് ഉണ്ടാവും ഷെഡ്യൂൾ കാസ്റ്റിൽ. ആ ഏത് കാസ്റ്റിനാണ് പോപ്പുലേഷൻ വെച്ചിട്ട് അവർക്ക് ആരാണ് കൂടുതൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. SCസിൽ ചിലപ്പോൾ ആ ഒരു ഇതുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിന് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് സമയമെടുക്കും. ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിനുള്ള സർവേ ചെയ്ത് ഒരു പുറത്തേക്ക് കിടക്കേണ്ടി വരും, 5 മിനിറ്റ് മാക്സിമം. അങ്ങനെ ഒരു ദിവസത്തിൽ അവർക്ക് 8 മണിക്കൂർ ഉണ്ടെങ്കിൽ എത്ര വീടുകളെ കവർ ചെയ്യാൻ പറ്റുന്നൊരു കണക്കുണ്ടായിരിക്കും.
പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേറൊരു വളരെ കേരളത്തിനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ടേംസ് ഓഫ് റെഫറൻസിൽ നമ്മൾ ഈ സ്റ്റേറ്റ്സ് വിത്ത് ബെറ്റർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് കാരണം നമുക്ക് ഒരു റിവാർഡ് മെക്കാനിസം ഉണ്ടായിരുന്നു. അത് നമ്മൾ 1974 ഒരു സെൻസസിന്റെ ഫിഗർ എടുത്തിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2011 ഒരു സെൻസസ് ഉണ്ട്. അത് രണ്ടും കൂടിയിട്ടാണ് ചേർത്തിട്ടാണ് ഒരു പെർസെൻറ്റേജ് വൈസ് എവിടെ ഒരു 15%, അവിടെ 10% വെയിറ്റേജ് കൊടുത്തിട്ടാണ് നമ്മൾ രാഷ്ട്രങ്ങൾക്ക് അവരവരുടെ ടാക്സുകളുടെ ഡെവല്യൂഷൻ കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ എക്സൈസ് ആണെങ്കിലും GST ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഡെവല്യൂഷൻ കൊടുക്കുന്നത് വരുന്ന ടാക്സിന് സെൻട്രൽ ഗവൺമെന്റ് തിരിച്ച് രാഷ്ട്രങ്ങൾക്ക് എത്ര കൊടുക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കേണ്ടി വരും. അത് ഇപ്പോഴും നടത്തുന്നത് പഴയ ഒരു പോപ്പുലേഷൻ റേഷ്യോ വെച്ചിട്ടാണ്. അത് ചെയ്യാൻ പാടില്ല. അത് ഈ പറഞ്ഞ ഒരു 26 സെൻസസ് 2025 സെൻസസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ക്ലാരിറ്റി കിട്ടും. എത്ര കേരളം അതിലെ രാഷ്ട്രങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുണ്ട്, ഫെർട്ടിലിറ്റി റേഷ്യോ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കർണാടകം ഓൾമോസ്റ്റ് ദയർ, തെലങ്കാനയും കാച്ചപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത സദേൺ സ്റ്റേറ്റ്, സൗത്ത് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഫെർട്ടിലിറ്റി റേഷ്യോ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മാതിരി പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് റേഷ്യോ വരുന്നില്ല. നമ്പർ ഓഫ് ആൾക്കാർ മരിക്കുന്നതും ജനിക്കുന്നതിനും തമ്മിലുള്ള ഒരു ഈക്വാലിറ്റി വന്നു തുടങ്ങി അവിടെ സൗത്തിൽ. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശുമാരുള്ള ഈ ഭീമാവ് രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും കേരളത്തിനും കേൾക്കാൻ, ചിലപ്പോൾ കർണാടകത്തിനും കേൾക്കാൻ, ഞങ്ങൾ 100 രൂപ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 20 പൈസ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 20 രൂപ കിട്ടുള്ളൂ എന്ന് ചിലവർ പറയും. അത് ശരിയാണ്. നമ്മൾ കൊടുക്കുന്ന റേഷ്യോ അല്ല നമുക്ക് തിരിച്ചു കിട്ടുന്ന റേഷ്യോ. പക്ഷെ അതിന് വേറെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് മാത്രമല്ലല്ലോ, ഇപ്പൊ റോഡ് ആരെ ഇടുകയാണ്, നാഷണൽ ഹൈവേസ് സെൻട്രൽ ഗവൺമെന്റാണ് നോക്കുന്നത്. ജൽ ജീവൻ മിഷൻ ആരെ നടത്തുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ആ സ്കീം വേറെയാണ്. സ്റ്റേറ്റിന് ആ സ്റ്റേറ്റിൽ നിന്ന് 100 രൂപ ടാക്സ് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എത്ര തിരിച്ചു കിട്ടുന്നുണ്ടെന്നുള്ള ഒരു കണക്കാണ് അവിടുത്തെ സംസ്ഥാനങ്ങൾ നോക്കുന്നത്. അങ്ങനെ നോക്കാൻ പാടില്ല ആക്ച്വലി. പക്ഷെ ഈ സെൻസസ് വന്നു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഈ സ്റ്റേറ്റ്സിന്റെ പോപ്പുലേഷൻ എത്രയും നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. 2011 തൊട്ട് 2021 വരെ എന്ത് നടന്നു എന്നുള്ള നമുക്കൊരു കണക്കില്ല നമ്മുടെ. അത് വേണ്ടതാണ്, അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് സംസ്ഥാനത്തിന് എത്ര ടാക്സ് ഡെവല്യൂഷൻ ഉണ്ട്. അത് മാത്രമല്ല, കുറെ ബെനിഫിറ്റ് സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ റേഷൻ ഉണ്ട്. ഇപ്പൊ റേഷൻ കാർഡുകൾ നമ്മൾ കൂട്ടി കൊണ്ടുപോകണം എല്ലാ കൊല്ലം. ഞാൻ താമസിക്കുന്ന തെലങ്കാനയിൽ, ഹൈദരാബാദിലുള്ള തെലങ്കാനയിൽ 3 കോടി പേർക്കാണ് റേഷൻ കാർഡ് ഉള്ളത്. അവിടുത്തെ പോപ്പുലേഷൻ 4 കോടിയുള്ളൂ. എന്നാൽ 3 കോടി ആൾക്കാർക്ക്, ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് 1 കോടി പേർക്ക് റേഷൻ കാർഡ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരോ 3-4 പേര് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ സ്റ്റേറ്റ് പോപ്പുലേഷൻ റേഷൻ കാർഡിലാണ്. അതിൻ്റെ അർത്ഥം വൈറ്റ് റേഷൻ കാർഡ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം വീക്കർ സെക്ഷനാണ്, ഇവർക്ക് എക്കണോമിക്കലി വീക്കറാണ്. അതിൻ്റെ അർത്ഥം തെലങ്കാനയിൽ ആരും ഈ പറഞ്ഞ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആരും കാർ വാങ്ങുന്നില്ല, ആരും 2 വീലർ വാങ്ങുന്നില്ല, ആരും ഫ്രിഡ്ജ് വാങ്ങുന്നില്ല, TV അങ്ങനെയാണ് കണക്ക്. തെറ്റാണത്. അതിന് കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്, കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ സെൻസസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു വലിയൊരു എക്സസൈസ് ആണ്. നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി മിനിസ്ട്രി ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും, അവരാണ് ഇത് നടത്തുക. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവരൊരു ഡീറ്റെയിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാനദണ്ഡം, ഒരു ലിസ്റ്റ് ഓഫ് പ്രപ്പോസൽസ് ഇതിനെ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ചോദിക്കാൻ, അതിനുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതിലൊരു ചെറിയൊരു നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ മാതിരി സെക്യുലർ പാർട്ടികൾക്ക് തിരിച്ചടി വരാൻ പോകുന്നുണ്ട്. അത് ബേസിക്കലി ഈ സെൻസസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഒരു NRC വരാൻ ചാൻസ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. നമ്മളറിയാം, നമ്മളോട് കുറെ കുഴപ്പമുണ്ടാക്കിയതാ. NRC വന്നു, NRC ഇതിൽ യൂഷ്വലി ഈ സെൻസസ് കഴിഞ്ഞാൽ പോസിബിളി ഗവൺമെന്റിന് തന്നെ അതിന്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കേരളത്തിലെ സെൻസസ് എടുക്കുമ്പോൾ എവിടെ കുറെ ബംഗാളികൾ ഉണ്ടാവും. അവര് ആക്ച്വലി ബംഗാളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്നായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ അവർ എവിടെ നിന്നാണെന്നുള്ള കാര്യം. അവർ ഏതോ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ആധാർ കാർഡ് കള്ള ആധാർ കാർഡ് ആയിരിക്കും. അപ്പൊ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽസ് പ്രകാരം ഈ ആനുവൽ ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയും, നമ്മൾ അത് നടത്തും ഇതിൻ്റെ ഉള്ളിൽ 2020, 21, 22, 23 ഇതൊക്കെ നടത്തുന്നുണ്ട്. ഹൗസ് ഹോൾഡ് കൺസംഷൻ സർവേ എന്ന് പറയും. അതൊരു വേറൊരു പാർട്ടിയ സർവേയാണ്. പിന്നെ ഈ കുറെ അങ്ങനത്തെ സർവേകൾ ഇതിൽ വരും. ഈ സോഷ്യൽ സർവീസ് ചെയ്യേണ്ടത് എസെൻഷ്യലാണ്. ബിക്കോസ് ഒരു വീട്ടിൽ എത്ര പേർക്ക് ജോലിയുണ്ട്, ആ ജോലി, അവരുടെ ആനുവൽ ഇൻകം എത്രയാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയാലേ ഗവൺമെന്റ് ഒരു പ്ലാനിങ് ചെയ്യാൻ പറ്റും.
അവരൊരു ഫോർ എക്സാമ്പിൾ നാഷണൽ പെൻഷൻ സ്കീം ആവട്ടെ, വേറെ സ്കീമുകളാവട്ടെ, ഈ പാവപ്പെട്ടവർക്കുള്ള സ്കീം ആവട്ടെ, ഈ പറഞ്ഞ വിഡോ പെൻഷൻ സ്കീം ആവട്ടെ, പ്രധാനമന്ത്രി ആവാസ് യോജന, ഇതിനൊക്കെ ഓരോരുത്തരും ഫണ്ട്സ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡാറ്റ ഇല്ലാണ്ട് വെറുതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു കറുത്ത പൂച്ച ഒരു മുറിയുടെ തളർത്ത ഇത് മാറി ലൈറ്റ് ഇല്ലാത്ത മുറിയുടെ തരേണ്ട മാതിരിയാവും. അത് പറ്റില്ല നമ്മളെ. വി ഷുഡ് നീഡ് ആക്ച്വൽ ഡാറ്റ അതിന് വേണ്ടി. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഒരു 2025 ആകുമ്പോഴേക്ക് ഇതിനൊരു കംപ്ലീറ്റ് ഡാറ്റ വരും. പക്ഷേ ഇതിൽ വലിയ പൊളിറ്റിക്സും വരാൻ പോകുന്നുണ്ട്. ബിക്കോസ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ആൾക്കാരായാലോ കമ്മ്യൂണിസ്റ്റുകാരായാലോ അവർ പറയും ഇത് വേണം, ഞങ്ങൾക്ക് അത് വേണം. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തുടങ്ങണം. നമ്മളിതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോയാൽ പറ്റില്ല. ഓൾറെഡി ലേറ്റായി, 5 കൊല്ലം ലേറ്റായി. 2021 നടത്തുന്നതായിരുന്നു. അതിൻ്റെ അർത്ഥം 15 കൊല്ലമായിട്ട് സർവേ നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ 15 കൊല്ലത്തെ ഈ ഡാറ്റ അപ്രിസിയേഷൻ നമ്മൾ കയ്യിലെടുത്ത് ഡാറ്റയില്ല. അവിടെ നിന്ന് നമ്മൾ ഇനി ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ബാക്കി കുറെ ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതെ സെൻട്രൽ ഗവൺമെന്റിനും അതെ അവർ വെൽഫെയർ സ്കീംസിന് അവർ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നടത്താൻ. വളരെ നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.